ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഡയമണ്ട് പുതിയ വീഡിയോയിലേക്ക്. ഹലോ ഗൈസ്, രണ്ടുപേരും എണിച്ചപ്പോ തുടങ്ങിയുള്ള കളിയാണ് ഗൈസ്. ലൂക്കേ ലൂക്കേ എന്താ കുട്ടിയൊക്കെ വളർന്നവര് വാരി എനിപ്പിക്ക് റെഡിയാക്കി ഗൈസ്. ഇന്ന് കുഞ്ചൂസിനെ കളിക്കാൻ കൊണ്ടുപോകുന്ന ദിവസമാണ് ഗൈസ്. കുഞ്ചൂസിനെ കളിക്കാൻ കൊണ്ടുപോകുന്ന ദിവസമാണ്. കുഞ്ചൂസ് എവിടെ പോണേ? ഒരു 3 മാസം ഉണ്ടാവും അല്ലേ കുഞ്ഞ? അത് 3 മാസം ഞാൻ ഇല്ലാത്തോണ്ട് എന്താ ചെയ്യാ പിന്നെ? വേറെ പിള്ളേരുടെ ഇത് ഇല്ലാത്ത പറഞ്ഞ കള്ളമായേ. വേറെ പിള്ളേരെ കളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതല്ല ഗൈസ്. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക. നീ എന്തെങ്കിലുമൊക്കെ പറയണേ. ഞാൻ എന്റെ പിള്ളേരുടെ ഒപ്പം പോകുന്നല്ലേ. റെഡിയാ വേറെ റെഡിയാ. ഹായ് ഗൈസ്, കുറെ ദിവസം എല്ലാവരും കണ്ടിട്ട് സുഖമല്ലേ? എന്താടാ എല്ലാവരും ഹായ് പറ. ഹായ്. ഫോണിൽ പിടിച്ച് വലിക്കാൻ നോക്കുക ഗൈസ്. ആനു നോക്ക്. താങ്ക് യു. തല്ലിട്ട് പോയി ഗൈസ്. വേണ്ടാന്ന് നീ ഇവിടെ കുറച്ചേരം കളിക്കിട്ടാ പോരാ. ഓക്കെ. സമയം വെയിലൊക്കെ വന്നു ഉച്ചയിലെത്തി. അമ്പിളി സമയം എത്രയെന്നറിയോ? ആനോ സമയം എത്രയെന്നറിയോ? വെയിലൊക്കെ വന്ന് ഉച്ചയിലെത്തി. ഇന്ന് ഉറങ്ങിയ ഞായറാഴ്ചയല്ലേ അല്ലേ? ഇന്ന് എനിക്ക് പണിയുണ്ട് 4 മണി ശേഷം കേട്ടാ. വർക്കിന് പോയി ഞാൻ 4 മണി ശേഷം. എന്താടാ ഇങ്ങനെ നോക്കി കിടക്കണേ? എന്താണ് എന്താ? ഞങ്ങളിന്ന് ഒന്ന് പുറത്ത് പോകുന്നുണ്ടല്ലേ. എത്ര മാസമായിട്ട് കുറെ ആയാലും പുറത്ത് പോയിട്ട് ബ്ലഷ് കൂടുതൽ. ഇതെന്താണിത്? വേറെ പോലെ നിറയുണ്ട്. ചിരിച്ചിട്ട് പോണ മാറ്റി മാറ്റി വീഡിയോ മാറ്റി സിഗരറ്റ് പൊട്ടിയൊക്കെ എടുത്തിട്ട് മാറ്റി. അതാ നിയമപരമായിട്ടുള്ള മുന്നറിയിപ്പ്. അതെ അപ്പൻ്റെ ഏട്ടാ. അപ്പൻ്റെ അല്ല അപ്പൻ്റെ ഏട്ടാ. ഓക്കെ. ബേബി എവിടേക്കാ പോകുന്നേ? പാർക്കിൽ പോണു ഗൈസ്. അങ്ങനെ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം കുഞ്ഞിസിന് ഒന്നുകൂടെ അതവിടെ വെച്ചോ. ആ ഗീറിന്റെ സാധനം പൊട്ടിപ്പോയതാണ്. അവിടെ വെച്ചോ. ഓക്കെ അതിൻ്റെ അടി വെച്ചു. ഓക്കെ ഗുഡ്. ഓക്കെ എന്നാ റെഡിയാവാ. അത് കുഞ്ഞിസ് വണ്ടിയൊക്കെ ഇത്ര നേരം ക്ലീൻ ചെയ്യായിരുന്നു, തുടക്കായിരുന്നല്ലേ കുഞ്ഞാ അല്ലേ? ഗായ്സ് ലൂക്ക ഹായ് പറടാ. ഗായ്സ് ലൂക്ക ഇതെന്താ? ചേച്ചിനിപ്പോ കളിക്കാൻ പോകാൻ ഇരിക്കട്ടെ. ചേച്ചി അവിടെ ഇരിക്ക. പോവാ എന്താണ് രണ്ടാളും കൂടി ഇട്ടേ? കുഞ്ഞാ മറ്റേ എന്താ പറയുമെന്നറിയോ? അവിടെ പോയിട്ടില്ലേ? ടോയൊന്നും വേണം പറയണ്ടാട്ടാ. ഓക്കെ കളിക്കാൻ പോവാ. ടോയൊന്നും വേണ്ട കേട്ടോ. ഓക്കെ ബേബിക്കും ടോയ് ഇവൻ്റെ അടുത്ത് നിനക്കും ടോയൊന്നും ഇല്ല കേട്ടോ. സെക്കൻഡ് ഡ്രസ് നന്നായിട്ടുണ്ട്. ആനും വീണ്ടും മേക്കപ്പ് തുടയ്ക്കാൻ പോയി കുഞ്ഞാ. ഞങ്ങളെ കണ്ടുപിടിക്കും സിമ്പിൾ മേക്കപ്പ്. ഇങ്ങോട്ട് വാ നോക്കട്ടെ ഗൈസ്. മേക്കപ്പ് തുടയ്ക്കാൻ പോയിട്ട് വരിക ഗൈസ്. കുഴപ്പമില്ല വാ. അയ്യോ എന്തൊക്കെ കാണത്.
പക്ഷേ എവിടെ പോകുമ്പോൾ ഇതുപോലെ മറക്കണ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടാ. ഇല്ലാനോ എന്താ പറ, ഒന്ന് ഷൂ എടുക്കാൻ പറഞ്ഞു, പിന്നെ വണ്ടിച്ചാവി എടുക്കാൻ പറഞ്ഞു. എവിടെ എവിടെ ഉണ്ടല്ലോ. ഇതൊക്കെ എപ്പോഴും കയറി ഇരുന്നിട്ടാണ് വണ്ടിച്ചാവി എടുക്കാൻ മറക്കാം അല്ലേ? നീ എന്ത് തപ്പണേ? ഒരു ഷൂ ആണ്, വൈറ്റ് ഷൂ ആണെങ്കിൽ അവിടെ ഉണ്ട് കേട്ടോ. പെർഫ്യൂമാ? ഓ നൈസായിട്ടില്ലേ, ഒറ്റയ്ക്ക് എൻ്റെ ഞാനോട് തടിക്കാൻ. കൈസ് ഞാൻ ഗിഫ്റ്റ് തന്ന പെർഫ്യൂമാണ്, അത് അവളെന്നെ അടിച്ച് തീർത്തു കൈസ്. പെർഫ്യൂമേ വരുന്നില്ല അതിൽ. ഇത് കണ്ട കൈസ്, ഞങ്ങൾ ചെറിയൊരു പാക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരു ദിവസം നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ ആനും ഇല്ലാത്തപ്പോൾ ഒരു ദിവസം വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളപ്പോൾ പലതും കാണിക്കാൻ സമ്മതിക്കില്ലല്ലോ. മേഘത്തിനല്ല എന്താ പിടിക്കാൻ വരണമേ. പെയിന്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ ലുക്കായില്ല. ഇപ്പം ഗേറ്റ് മാത്രം മാറ്റില്ല, ഗേറ്റ് മുറിച്ച് ഞങ്ങൾ വേറെ വെച്ചത്. കാനോ പോവാ, കുറേ അതിന് പുറത്ത് പോയിട്ട് എനിക്കൊന്ന് നല്ല ലോങ് ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നു നമ്മൾ തമ്മിലല്ല, സോറി, നമ്മൾ ഒരുമിച്ച് പോയിട്ട് ഇല്ലേ പറ. അതൊന്നുമല്ല, ഇനി അങ്ങനെ പറയണ്ട, എന്നെ എല്ലാവരും പൊങ്കാലിടും. ഗൈസ് പോകണം ഗൈസ്. ഇതൊക്കെ നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ നമ്മുടെ പാലക്കാടുള്ള ലുലുവിലാണ് കേട്ടോ പോണത്. കുറേ ആയി ഞങ്ങൾ ഏട്ടനും ഇങ്ങനെ ഒരുമിച്ച് പോയിട്ട്, കാരണം ഏട്ടന് വർക്കിൻ്റെ തിരക്കും അങ്ങനത്തെ കാര്യങ്ങൾ. ഓണമായിട്ട് പോലും ഏട്ടൻ ഞങ്ങൾക്ക് ശരിക്കും കിട്ടിയിട്ടില്ല. ഞങ്ങൾ വീട്ടിൽ പോയി ഓണം ആഘോഷിച്ചെങ്കിലും ഓണാഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടന് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഏട്ടൻ മുങ്ങുമായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടനും അവളും പാട്ട് വെച്ച ഒരു ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു വണ്ടിയിൽ. പിന്നെ ചെക്കൻ വന്നതോടെ എൻ്റെ ഫ്രണ്ട് സീറ്റും പോയി. ഞാനിപ്പോൾ ബാക്ക് സീറ്റിൽ തന്നെയാണ് ഇരിക്കാറ്. ആ ഫ്രണ്ട് സീറ്റ് അവൾ കൈയടക്കിട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ പാർക്കിങ്ങിലേക്ക് കയറുക കേട്ടോ. പാർക്കിങ്ങിലേക്ക് പോകണം. നമ്മൾ വിചാരിച്ച് പുറത്ത് പാർക്ക് ചെയ്യേണ്ടി വരും, നല്ല വെയിലും ചൂടുമായിരുന്നു ഗൈസ്. പിന്നെ എങ്ങനെയൊക്കെയോ എത്തി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ എൻട്രിയിൽ. അവനെ പിന്നെ ഞങ്ങൾ ബാഗിലിട്ട്, കാരണം അവൻ ഭയങ്കര ചാട്ടമാണ് ഗൈസ്, അടങ്ങിയിരിക്കില്ല. അപ്പം നമുക്ക് എടുക്കുന്നതിനേക്കാളും എളുപ്പം ബാഗിലെടുക്കുന്നതായിരിക്കും. ഞാനും ഏട്ടനും കൂടെ സംസാരിക്കായിരുന്നു. ഒരു സബ്സ്ക്രൈബർ ഏട്ടനെ കണ്ട് തിരിച്ചറിഞ്ഞു, എന്നെ തിരിച്ചറിഞ്ഞില്ല. അപ്പം ഞാൻ അതായിരുന്നു കേട്ടോ സംസാരിച്ച്. നമ്മൾ ആദ്യം തന്നെ പോയത് ഹൈപ്പർ മാർക്കറ്റ്, കാരണം നമ്മൾ കുറച്ച് വൈകി കഴിഞ്ഞിട്ടുണ്ട്, ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ മുകളിലേക്കായിരുന്നു കേട്ടോ പോയിക്കൊണ്ടിരുന്നത്. അവൾക്ക് പിസ്സ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വെജ് പിസ്സയും ഏട്ടനൊരു ചിക്കൻ പിസ്സയും വാങ്ങി. പിന്നെ സാലഡ് കാര്യങ്ങൾ വാങ്ങി. ഒരു നമ്മുടെ മോസ്റ്റ് ഫേവറേറ്റ് എന്താ പറയുക റഷ്യൻ ഹണി കേക്കും വാങ്ങി. പിന്നെ കപ്പയും ചിക്കൻ റോസ്റ്റും ആണ് തോന്നുന്നു, അതും വാങ്ങി നമ്മൾ നേരെ പോയത് മുകളിലേക്കായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ മുകളിൽ പോണതിന് മുമ്പ് ചെക്കനെ ഒന്ന് ഫീഡ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഫീഡ് ചെയ്യണ സമയം കൊണ്ട് ഇവർ ഒരു ജ്യൂസും ഒരു വടയൊക്കെ കഴിച്ച് ഇവർ സെറ്റായി നിന്നുണ്ടോ. കാരണം അവന് ഞാൻ സോളിഡ്സാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് വാങ്ങുന്ന ഒരു ഫുഡും പിന്നെ കൊടുക്കാൻ പറ്റില്ല, കാരണം അവനത്ര ചെറുതാണ്. പിന്നെ ഞങ്ങൾ മുകളിൽ പോയി നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി ആദ്യം തന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം കഴിച്ചു വന്നിട്ട് കളിപ്പിക്കാമെന്ന് വെച്ചിട്ട്. കാരണം രാവിലെ തൊട്ട് നമ്മൾ പട്ടിണിക്കാണ് വന്നത്, കാരണം ഇന്നൊരു സൺഡേ ആണ്. ഇപ്പം കുഴപ്പമൊന്നും, അതായത് ഒരു ലേസി സൺഡേ, എപ്പോഴും ഫുഡ് വെച്ചിട്ട്. കാരണം ഏട്ടൻ്റെ കൂടെ ഞങ്ങൾ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഗൈസ് ഏകദേശം ഞങ്ങൾ ലാസ്റ്റ് പോയത് മറ്റേ അന്ന് അതിരപ്പള്ളി പോയതാണ്. അത് ചെക്കന് 2 മാസം എങ്ങാണ്ട് ഉള്ളപ്പോഴാണെന്ന് തോന്നുന്നു നമ്മൾ അതിരപ്പള്ളി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദിവസം മുഴുവനായി കിട്ടുന്നത്. പിന്നെ ഞാനും കുഞ്ഞും കൂടെ കുറച്ച് ഗെയിംസ് കളിച്ചു അതിൻ്റെ ഉള്ളിൽ തന്നെ. കാരണം അവളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അല്ലെങ്കിൽ ഞാൻ എല്ലാ മന്തും ഒരു ഡേ അവൾക്ക് വേണ്ടി മാറ്റി വെച്ച് അവളെ കൊണ്ടുപോകുന്നായിരുന്നു. പക്ഷേ ഈ ഒരു കുറച്ച് നാളായിട്ട് അതിന് പറ്റിയില്ല, കാരണം കുറച്ച് പ്രഷർ, ടെൻഷൻ, വർക്ക്, പഠിത്തം, അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ, പിന്നെ അസുഖങ്ങൾ, വയ്യായിക, അങ്ങനെ ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്കൊന്നും പറ്റിയിരുന്നില്ല. എപ്പോഴും നമ്മളിങ്ങനെ ഒരു ഫാമിലി ടൈം എപ്പോഴും കണ്ടെത്തുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളും പിള്ളേരും ഒക്കെ തമ്മിലുള്ളൊരു ബോണ്ടിങ് നന്നാവാനും, പിന്നെ ഞാനും ഏട്ടനും ഇതിൻ്റെ പേരിൽ തന്നെ ഇടയ്ക്ക് വഴക്കാണ്. ഏട്ടൻ ഇങ്ങനെ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം ഞാനും പഠിത്തം കഴിഞ്ഞാൽ വീട്ടിലെ പിള്ളേർ, അങ്ങനെ പണിയൊക്കെ ആയിട്ട്, അങ്ങനെ ക്ലാസ് കഴിഞ്ഞാൽ വീട്, അങ്ങനെ പോയി നമുക്ക് മെൻ്റലി ഭയങ്കര പ്രഷറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഒത്തിരി റിലീഫായിരുന്നു ഈ ഒരു ദിവസം. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം
ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ച് നല്ല സന്തോഷത്തിൽ ഞാനും അവളുടെ ഒപ്പം കുറേ ഗെയിമൊക്കെ കളിച്ച് കുഞ്ഞു പിള്ളേരെ പോലെ. ഏട്ടൻ പിന്നെ അവനെ എടുത്ത് നിന്നു. ഇപ്പം ഞാനും കുഞ്ഞും കൂടെയാണ് കേട്ടോ ഗെയിംസും കാര്യങ്ങളെല്ലാം കളിച്ചത്. എന്താ പറയുക, നമ്മളെപ്പോഴും ഫാമിലിയായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണ ഈ സമയം നമുക്ക് എപ്പോഴും ഭയങ്കര പ്രഷ്യസ് ആയിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളെല്ലാവരും കൂടി ഇരിക്കുന്ന ഈ ഒരു സമയത്തിൽ നമ്മളതൊന്നും ഓർക്കാറില്ല. അത്ര ഫ്രീ ആയിരിക്കും, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും. പിന്നെ പിള്ളേർക്കാണെങ്കിലും സന്തോഷം, അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ ഞാൻ ചെക്കനെ എടുത്തപ്പോൾ ഏട്ടനും അവളും കൂടെ കുറേ ഗെയിമൊക്കെ കളിച്ചു. ഇവിടെ കുറച്ച് ഗെയിംസൊക്കെ ഉള്ളെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്കനുസരിച്ച് പുറത്ത് വെയിലൊന്നും കൊള്ളിക്കാൻ പറ്റില്ല. പാർക്കിലൊക്കെ കൊണ്ടുപോയി അവൾ ഉരുണ്ട് പെരണ്ട് മറിയും. അതുകൊണ്ട് പിന്നെ ചെക്കനെയും കൊണ്ടും പോകുന്നതുകൊണ്ടും ലുലുവാണ് ബെസ്റ്റ്, നല്ലൊരു ഓപ്ഷൻ എന്ന് ഞങ്ങൾക്ക് തോന്നിയെന്നാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞങ്ങൾ കുറേ ഗെയിംസ് കളിച്ചു. ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഒറ്റ ദിവസമാണെങ്കിലും എനിക്കിതൊരു ഒരാഴ്ച പോലെയാണ് ഈ ഒരു ദിവസം. കാരണം ഈ ഒരു ദിവസം ഫുൾ ഏട്ടൻ്റെ എല്ലാം മാറ്റി വെച്ച് ഞങ്ങളുടെ കൂടെ ഇരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ കുറേ സംസാരിക്കാൻ പറ്റി, കുറേ ഗെയിംസ് കളിക്കാൻ പറ്റി, കുറേ ഒരുമിച്ചുള്ള കുറേ ടൈം കിട്ടി, കുറേ ഫോട്ടോസ്, കുറേ വീഡിയോസ്. ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കുമ്പോഴൊക്കെ ഇന്നത്തെ ട്രിപ്പിൻ്റെ ആണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിക്കും. എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെയാണ് കേട്ടോ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ. കാരണം ഒരുമിച്ച് ചിലവഴിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ സമയമാണ്. ഞാനും ഏട്ടനും കുറച്ച് നാളായിട്ട് ഇതിൻ്റെ പേരിൽ ഭയങ്കര വഴക്കായിരുന്നു. ഏട്ടന് വർക്ക്, പിന്നെ ഏട്ടൻ്റെ പിള്ളേരുടെ ഒപ്പം ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകാനുള്ള ടൈമുണ്ട്, ഞങ്ങളൊപ്പം സ്പെൻഡ് ചെയ്യാനേ ടൈമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്നും വഴക്കായിരുന്നു. ആ പരാതിയും തീർന്നു. തൊട്ടടുത്താണെങ്കിൽ ഏട്ടൻ കൊണ്ടുപോയി, അങ്ങനെ ഒരു പരാതിയും തീർന്നു. പിന്നെ ഞങ്ങൾ തമ്മിലും കുറച്ച് സംസാരിച്ചു. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരു ടൈം കണ്ടെത്താറുണ്ട് എല്ലാ മാസവും ഉണ്ട്. പക്ഷേ കുറച്ച് തിരക്കുകൾ കാരണമാണ് ഇപ്രാവശ്യം പറ്റാതിരുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര പ്രഷറിലായിരുന്നു. പിള്ളേരാണെങ്കിൽ അവർക്ക് ഒരു സന്തോഷമൊന്നും ഇല്ലാതെ എപ്പോഴും വീട് തന്നെ കാണുന്നത് കൊണ്ട് അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾക്ക് അവിടുന്ന് വരണമെന്നേ ഉണ്ടായിരുന്നില്ല, അവൾ വരാൻ പോലും സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് നമുക്ക് പരിചയമുള്ള കുറേ പേരെ കണ്ടു, കുറേ പേര് സംസാരിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇപ്പോഴും കുറേ പേര് നമ്മൾ റെഗുലറായിട്ട് ഇപ്പോൾ വീഡിയോ പോലും ഇടുന്നില്ല, എന്നിട്ടും കുറേ പേര് നമ്മളെ കാണുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട് എന്നൊക്കെ കാണുമ്പം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞേ ഇറങ്ങിയത് ടോയ് മേടിക്കാൻ പോകരുത്, പക്ഷേ അവൾ ഗെയിം കളിച്ച് ഇറങ്ങുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ടോയ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്നാൽ ടോയ് മേടിക്കുക. അവൾക്കാണെങ്കിൽ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, അവിടെ ഫുള്ള് തപ്പി നടക്കും. ലാസ്റ്റ് അവൾക്ക് ഇഷ്ടമുള്ളൊരു സാധനം കിട്ടി, പിന്നെ അതും വാങ്ങി ഞങ്ങൾ റിട്ടേൺ പോകുന്നു കേട്ടോ. ഞങ്ങൾ ലുലു മാളിൽ നിന്ന് ഇറങ്ങി. ബാക്കിൽ ഒരാൾ നോക്ക്, അവളത് സാൻഡ് വാങ്ങി കളിക്കുന്നത്. അത് അവള് ബാക്കിൽ ഇപ്പൊ തന്നെ ഓപ്പൺ ചെയ്ത് വെച്ചു. മറ്റൊരു ബാക്കിൽ തന്നെ വെച്ചോ. അല്ല, അതിന് കേക്ക് എടുക്കായിരുന്നു. അങ്ങനെ കളിക്കാന്നുള്ളത് വീട്ടിന്റെ സാധനത്തിലൊക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കണോ? കുഞ്ഞിനാരെ പറഞ്ഞത്? അപ്പക്ക് പറഞ്ഞോ കളിച്ചോട്ടാ. ഓക്കെ ലൂക്കന്ന് ഫുള്ള് ചിരിയും കളി മറന്ന് വീട്ടിൽ പോയി എന്താ കാണിക്കാന്തോ. ഓർമ്മയുണ്ടാ? സർക്കസ് ഇല്ല, സർക്കസ് കഴിഞ്ഞു, ഉച്ചവരെ ഉള്ളൂ. അവിടെ 4 മണിക്ക് ഞാൻ അടുത്ത് വെറുതെ പോയിട്ട് പോവാ. അങ്ങനെ സർക്കസ് കാണിക്കാൻ പറഞ്ഞു, പറ്റിച്ചു ഗൈസ് ഏട്ടൻ ലാസ്റ്റ് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ തിയേറ്ററാണെങ്കിൽ കിഷ്കിന്ത കണ്ടതാണ് നമ്മൾ ബുക്ക് ചെയ്തത്. തിയേറ്ററാണെങ്കിൽ കുറച്ച് ലോങ്ങാണ്, കല്ലടിക്കോട് ആ ഭാഗം, അതായത് എൻ്റെ വീടിനൊക്കെ കുറച്ച് അങ്ങ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിള്ളേരെ രണ്ടുപേരെയും എൻ്റെ വീട്ടിലാക്കിയിട്ട് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ നേരെ ആദ്യം നമ്മുടെ പുതുപ്പരിയാരം വീട്ടിൽ പോയി അവിടുന്ന് ബ്രസ്റ്റ് പമ്പൊക്കെ ചെയ്ത് അവനുണ്ടാക്കാനുള്ള റാഗിയും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ എൻ്റെ വീട്ടിലേക്ക് വിട്ടു ഗൈസ്. ഇത് എൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കാം. പിന്നെ അവൾക്ക് ഓരോ ഉറക്കത്തിൻ്റെ മപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ സ്ഥലം ഒരുപാട് മാറി കേട്ടോ. കാരണം ഇപ്പോൾ കാടൊക്കെ വെട്ടിത്തെളിച്ച് കുറച്ചും കൂടെ സൂപ്പറാക്കി. എന്നാലും കാട് തന്നെയാണ്, ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. ആനയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്ത് രസമാണ് ഇത് കൂടെ വരാൻ. അധികം ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വരാനും പോകാനും ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. എന്തായാലും എനിക്കിവിടെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വീട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്ലേസ്. പിന്നെ എന്താ വെച്ചാൽ ബുദ്ധിമുട്ടാണോ വെച്ചാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം പെട്ടെന്നൊരു വണ്ടി വിളിച്ചാൽ വരില്ല. പിന്നെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വീട് ആകെ കൊളാവും കേട്ടോ. പിന്നെ പിള്ളേരെ അവിടെ ആക്കി നമ്മൾ നേരെ സിനിമയ്ക്ക് പോയി കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. നല്ല അടിപൊളി മൂവിയായിരുന്നു, എല്ലാവരും പോയി കാണും കേട്ടോ.